ഹലോ ഗായ്സ്, വെൽക്കം ടു ക്യൂബിക്സ് കസ്റ്റം വർക്ക്സ്. നമ്മൾ ഇന്ന് ക്യൂബിക്സ് നിങ്ങൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഫ്രോങ്സ് ഡെൽറ്റ പ്ലസിന്റെ വർക്കാണ്. നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പ്, 360 ഡിഗ്രി ക്യാമറ, പോർഷെ ലെതർ സീറ്റ്. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് ചെയ്തിരിക്കുന്ന വർക്ക്. അതിൽ 360 ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാൻകാസ്റ്ററിന്റെ ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ, അതായത് 12.33 ഇഞ്ച് സ്ക്രീൻ സൈസ് വരുന്ന ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അതിന്റെ സ്പെക്ക് എന്ന് പറയുന്നത് 4/64, അതായത് 4 GB റാമും 64 GB റോമും ഉള്ള ഒരു ഇതാണ്, ആൻഡ്രോയിഡ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ബിൽറ്റ് ഇൻ 360 ഉണ്ട്. ക്യാമറാസ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലാൻകാസ്റ്ററിന്റെ തന്നെ സോണി ലെൻസ് വരുന്ന ക്യാമറാസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഇതിന് മുന്നേ 360 കാണിച്ചിട്ടുണ്ട്. 2 മിറേഴ്സിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ബാക്കിലെ കമ്പനിക്ക് വരുന്ന, നിങ്ങൾക്കറിയാം ഡെൽറ്റ മോഡലുകളിൽ കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് വരുന്നില്ല. നമ്മൾ കമ്പനിയുടെ ടെയിൽ ലാമ്പ്, കണക്റ്റിംഗ് ലാമ്പ് ഡമ്മിയാണ്. അത് അതിൽ ജസ്റ്റ് റിവേഴ്സ് ലൈറ്റ് മാത്രമേ വരാറുള്ളൂ. അപ്പൊ നമ്മൾ അത് മാറ്റിയിട്ട് OG മാരുതിയുടെ തന്നെ കണക്റ്റിംഗ് ടെയിൽ ലാംപ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ വണ്ടികളും 360 ചെയ്യുന്നത് ക്ലോത്ത് അലൈൻമെന്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഈ വണ്ടി 2 പീസ് ക്ലോത്ത് ഇട്ടാണ് നമ്മൾ അലൈൻമെന്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഈവൻ അലൈൻമെന്റ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഓരോ കോർണേഴ്സും ഇതും നിങ്ങൾക്ക് 360 വ്യൂ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതായത് നമ്മളിപ്പോ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡ് വ്യൂ, അതേപോലെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് വ്യൂ, റിയർ ക്യാം വ്യൂ. അതായത് യൂഷ്വലി നമ്മൾ റിയർ ഇട്ട് കഴിഞ്ഞിട്ട് ഗിയർ മാറ്റും, ഓട്ടോമാറ്റിക് ഫ്രണ്ട് ക്യാം സ്വിച്ച് ആവും. അതെല്ലാം അല്ല തന്നെ നിങ്ങൾ 360യുടെ അത് എടുത്തു കഴിഞ്ഞിട്ട്, അതായത് അതിൻ്റെ അകത്തുള്ള ആപ്പ് 360യുടെ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ, അതായത് സ്ക്രീനിൽ ആ കാറിന്റെ ഇതിൽ ടച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഈച്ച് ആൻഡ് എവറി കോർണർ നിങ്ങൾക്ക് ഏറ്റവും കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്രയും ഇതായിട്ടാണ് നമുക്കിതിൽ, അതായത് ലാൻകാസ്റ്ററിന്റെ ഈ ഒരു പ്രോഡക്റ്റ് നല്ലൊരു റിസൾട്ട് നമുക്ക് തരുന്നുണ്ട്. ക്യാമറ ആണെങ്കിലും നല്ലൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളതിൽ വൺ ഓഫ് ദ ഡീസന്റ് പ്രൊഡക്റ്റ് ആണ്. അവർക്ക് വേറെയും മോഡൽസും ഉണ്ട്, അതായത് കാൽകോം പ്രോസസ്സേഴ്സ് വരുന്ന ഇതിലും കൂടിയ മോഡൽസ് വേറെ ഉണ്ട്. ഇതിന്റെ ഒരു പെക്യുലിയാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.3 ഇഞ്ച് ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇപ്പോഴത്തെ ക്രെറ്റ ഇതിനൊക്കെ വരുന്നത് ഈ ഒരു സെഗ്മെന്റ് ആണ്, അതായത് OG സെഗ്മെന്റിലിട്ടിരിക്കുന്ന ഈ ടൈപ്പ് സ്ക്രീൻസ് ആണ് കൂടുതൽ വരുന്നത്. അപ്പൊ ഇപ്പം കൂടുതലും അങ്ങനെ നമ്മുടെ നോർമൽ കാർസിലും ആളുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇതിനു മുന്നേ ഇതൊരു സ്കോഡ സ്ലാവിയയിൽ ചെയ്തത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു റീലായിട്ടേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിലിപ്പോൾ സെയിം ടൈപ്പ് തന്നെ നമ്മളിപ്പോൾ ഫ്രോങ്സിൽ യൂസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇതിൽ എങ്ങനെയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്, പിന്നെ അതിൽ 360 വർക്കിംഗ് എങ്ങനെയാണ്, ലൈവ് റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് 360യുടെ വ്യൂ എങ്ങനെ കിട്ടുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിച്ചു തരാം. കണക്റ്റിംഗ് ടെയിൽ ലാമ്പിന്റെ ലൈറ്റ്, ഈവൻ നിങ്ങൾക്ക് ഒരു കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് കണക്ട് ചെയ്യുമ്പോൾ പോലും ആസ് യൂഷ്വൽ നിങ്ങൾ ഷോറൂമിൽ ചെല്ലുമ്പോൾ എക്സിക്യൂട്ടീവ്സ് പറയുന്നത്, സാർ ഇവിടുന്ന് പിടിപ്പിച്ചില്ലെങ്കിൽ വയറ് മുറിക്കും, അത് വിറിക്കും, നിങ്ങളുടെ വാറണ്ടി പോവും, ഇൻഷുറൻസ് കിട്ടൂല, അത് കിട്ടൂല, നിങ്ങളെല്ലാവരും ഈ ബ്ലാ ബ്ലാ കേട്ടോണ്ടേ ഇരിക്കുകയാണ്. ഈവൻ ഏത് വണ്ടി മേടിക്കാൻ ഇന്ന് ഷോറൂമിൽ നിന്ന് ഇത് തന്നെ കേൾക്കണുള്ളൂ. ഈവൻ ഈ ഫ്രോങ്സിലാണെങ്കിൽ പോലും പ്ലഗ് ആൻഡ് പ്ലേ കണക്ടിവിറ്റിയാണ്. ഏതൊരു കാര്യത്തിനാണെങ്കിൽ പോലും കപ്ലേഴ്സ് ആൻഡ് കണക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിങ്ങളുടെ OG USB ആക്ടിവേറ്റ് ചെയ്യാനാണെങ്കിൽ പോലും കപ്ലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. OG നിങ്ങളുടെ കമ്പനി മൈക്ക് ആക്ടിവേറ്റ് ചെയ്യാനാണെങ്കിൽ കപ്ലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ സാധനവും, നിങ്ങളൊരു സാധനം നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തെന്ന് പറഞ്ഞ് നിങ്ങളുടെ വണ്ടിയുടെ വാറണ്ടി പോവില്ല. പക്ഷെ യൂസ് ചെയ്യാനുള്ള കണക്ടേഴ്സ് ആൻഡ് കപ്ലേഴ്സ് യൂസ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ കാണും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ക്യൂബിക്സ് കസ്റ്റം വർക്ക്സ്. താങ്ക് യു ഗൈസ്.